ഈ സമൂഹമാണെങ്കിലും ഈ സമൂഹത്തിലുള്ള മോട്ടിവേഷൻസും മതവും എല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് എന്താ ആക്ച്വലി ഫേക്ക് ഇറ്റ് അൺടിൽ യു മേക്ക് ഇറ്റ് അല്ലേ? ഈ സാധനം ഏറ്റവും ഡേഞ്ചറാണ്. കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മളെ കള്ളത്തരം കാണിപ്പിക്കാൻ പ്രേരിപ്പിച്ചിട്ട്, അല്ലെങ്കിൽ നമ്മളിൽ ഇല്ലാത്ത ഒരു സംഭവം ഉണ്ടെന്ന് നമ്മളെ തന്നെ വിശ്വസിപ്പിച്ചിട്ട് നമ്മളെ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ നോക്കണം. ബട്ട് ആക്ച്വലി അതാണ് എല്ലാ ഭയത്തിൻ്റെയും പേടിയുടെയും കാരണം. സോ ഡോണ്ട് ഫേക്ക് ഇറ്റ് അൺടിൽ യു മേക്ക് ഇറ്റ്. നിങ്ങളെ റിയലായിട്ട് വെക്കുന്ന ഭാഗം, അത് റിലേഷൻഷിപ്പിലായാലും ലൈഫിലായാലും, ഇല്ലാത്ത സാധനം ഉണ്ടെന്ന് കാണിച്ചിട്ട് എത്ര കാലം നമുക്ക് അഭിനയിക്കാൻ പറ്റും? ഒരു ദിവസം ആ മാസ്ക് അഴിഞ്ഞു വീഴുന്നതോടെ നമ്മുടെ കളി അവിടെ തീരുകയും ചെയ്യും. അല്ലെങ്കിലേ തീർന്നുകൊണ്ടിരിക്കുക. കാരണം എപ്പോഴൊക്കെ നമ്മൾ ഫേക്കായിട്ട് നമ്മളെ കൊണ്ട് നടക്കണോ, അപ്പം നമ്മളെ അനുഭവത്തിന് സ്ഥാനം കൊടുക്കാൻ പറ്റില്ല. എവിടെന്നെങ്കിലും കോപ്പി ചെയ്ത ഒരാളായിട്ട് ഞാൻ മാറുമ്പം ജീവിതത്തിൽ എന്നും നരകം. മിക്ക ആണുങ്ങൾക്ക് പ്രത്യേകിച്ചും, എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. പക്ഷെ ആണുങ്ങളാണ് ഈ ഫേക്ക് ഇറ്റ് അൺടിൽ യു മേക്ക് ഇറ്റ് എന്ന് പറയുന്നതിൻ്റെ വിക്റ്റിമായിക്കൊണ്ടിരിക്കുന്നത്. സോ ഡോണ്ട് ഫേക്ക് ഇറ്റ് അൺടിൽ യു മേക്ക് ഇറ്റ്. കാരണം എന്താണ്, അവിടെ അൺടിൽ യു മേക്ക് ഇറ്റ് എന്ന് പറയുന്നൊരു ഭാഗമില്ല. ബിക്കോസ് യു ഓൾറെഡി മെയ്ഡ്. നിങ്ങളൊരു ഫുള്ളാണ്. അപ്പോൾ അതെങ്ങനെയാണോ അങ്ങനെ എക്സ്പ്രസ് ചെയ്താൽ മതി. ഏത് തെണ്ടികളായത് ചോദിക്കാനുള്ളത്? ഒരാളും ഇല്ല. അപ്പോൾ നമ്മൾ ഫേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഓൾറെഡി നമ്മുടെ ഉള്ളിൽ ഫിയർ വന്നതുകൊണ്ടാണ് അല്ലേ? നമ്മൾ ആർക്കൊക്കെ ഉത്തരം കൊടുക്കണം, നമ്മൾ ആരൊക്കെ ചോദ്യം ചെയ്യാനുണ്ട് എന്നുള്ള ഭാഗത്താണ്. അങ്ങനെ ഈ ലോകത്ത് ആരുമില്ല. യു ഡോണ്ട് ഹാവ് ടു ആൻസർ നോ ബഡി അതർ ദാൻ യു. എന്തോ ചാപ്പാട് കഴിഞ്ഞില്ല, ചാപ്പാട് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുക. നമുക്ക് പഴയ ഓർമ്മകൾ വരും. ഈ ഓർമ്മകൾ വരുന്നത് നമ്മൾ ഇപ്പോഴും അവിടെ ജീവിക്കുന്നത് കൊണ്ടല്ല, മറിച്ച് നമ്മുടെ ബോധം കുറച്ചും കൂടി ഡെവലപ്ഡായി. ഓക്കെ, അതുകൊണ്ട് ആ കാര്യങ്ങളെല്ലാം നമ്മുടെ മുന്നിൽ മിന്നി മറയുമ്പം നമ്മൾ ഭയങ്കര കൂളായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മളുടെ ബോധം ഒക്കെ കുറച്ചും കൂടി ഹയർ ലെവലിലേക്ക് മാറിക്കഴിഞ്ഞു. ഇന്നും ആ ചിന്ത വരുമ്പം പിന്നെ അത് ഓർത്തിട്ടിരുന്ന്, അല്ലെങ്കിൽ അതേ ചിന്തയിലൂടെ തന്നെ ഇന്നും കാര്യങ്ങൾ നിയന്ത്രിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ അവരാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടം ബാധിച്ചവർ. അല്ലെങ്കിൽ ഓക്കെ, അന്ന് സംഭവിക്കാനുള്ളത് അതുപോലെ സംഭവിച്ച്, ഇനി അന്നത് മുഴുവനാക്കാൻ കഴിഞ്ഞില്ലേ, ഓക്കെ, നോ പ്രോബ്ലം. കാരണം ഇപ്പം എന്നിട്ടും നമ്മൾ നന്നായിട്ട് ജീവനോടെ ഇരിക്കുന്നുണ്ടല്ലോ. അപ്പം അത് പൂർണ്ണമാക്കണം, അത് മുഴുവനാക്കിയില്ല, അന്ന് എനിക്ക് അങ്ങനെ ചെയ്യാമായിരുന്നു എന്നുള്ള തോന്നലുകളൊക്കെ വരുന്നത് നമ്മൾ ആ ചിന്തയിൽ പെട്ട് കിടക്കുന്നത് കൊണ്ടാണ്. അപ്പം നമ്മളെന്ത് ചെയ്യുക? ഒരു ദീർഘശ്വാസം എടുത്താൽ തീരാവുന്ന വിഷയങ്ങളേ ഉള്ളൂ. കാരണം ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്ന് വാതിലിന് മുട്ടിക്കൊണ്ടിരിക്കും. ഇതിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം പിന്നെയും നശിച്ചു പോവുകയാണ്. അപ്പോൾ ഇപ്പം ഇരിക്കുന്നിടത്ത് ഇരുന്നിട്ട് എന്താണ് നമുക്ക് ചെയ്യാനുള്ളത് നോക്കുക, അത് നന്നായിട്ട് ചെയ്യുക, അത്രേ ആവശ്യമുള്ളൂ. വേറെ കാര്യമൊന്നുമില്ല. നമ്മൾ സത്യത്തിൽ ആരുടെ ജീവിതമാണ് ജീവിക്കണമെന്ന് നമുക്ക് നോക്കണ്ടേ? ആരൊക്കെയോ ഇട്ട് തന്ന പേരും ആരൊക്കെയോ ഉണ്ടാക്കിയ നിയമങ്ങളും അതിൻ്റെ പുറകൊക്കെ പോകുമ്പം സത്യത്തിൽ നമ്മുടെ ജീവിതം ഒരു വേസ്റ്റാണ്. എന്തുകൊണ്ടാണ് അതിനെ വേസ്റ്റ് എന്ന് വിളിക്കുന്നത്? കാരണം ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഭാഗത്ത് നമുക്ക് ഒരു ലിസണിങ്ങും ഇല്ല, ഒരു ലെസൺസും ഇല്ല. അതായത് നമ്മളിങ്ങനെ പോവുകയാണ് ഒരു കൺട്രോളില്ലാത്ത ഡ്രൈവറെ പോലെ, അല്ലെങ്കിൽ ഒരു കൺട്രോളില്ലാത്ത വണ്ടി കൊണ്ട് നടക്കുന്ന പോലെയാണ് നമ്മളെ കൊണ്ട് നടക്കുന്നത്. പക്ഷേ യഥാർത്ഥ ജീവിതം എന്ന് പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഈ പറയുന്ന ലേബലും ഐഡൻറ്റിറ്റിയും ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് നമ്മൾ പരിശോധിച്ച് ഇപ്പം ഇരിക്കുന്ന അവസ്ഥയിൽ നമ്മളിരിക്കും. ഇപ്പം ഇരിക്കുന്ന അവസ്ഥ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റണില്ലല്ലോ. കാരണം എന്താ? നമ്മുടെ സ്വപ്നത്തിൽ ഒരവസ്ഥയുണ്ട്. ആ അവസ്ഥയിലേക്ക് നമ്മളെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലാണ് നമ്മൾ. ഇനി സ്വന്തമായിട്ട് ഒരു സ്വപ്നം ഇല്ലെങ്കിലും മതത്തിൻ്റെ ഭാഗത്തുനിന്നും അല്ലെങ്കിൽ വേറെ കുറേ സ്വപ്നങ്ങളുടെ ഭാഗത്തുനിന്നും കുറേ സ്വപ്നങ്ങൾ നമ്മളിൽ മറ്റു പലരും ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. അവരുടെ എല്ലാം സ്വപ്നങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട്
ഇപ്പോഴുള്ള അവസ്ഥയെ ആകെ തള്ളിക്കളഞ്ഞ് ജീവിക്കുന്നത്. ഞാൻ ആ ലിസ്റ്റിലുണ്ടോയെന്നൊന്ന് പരിശോധിക്കുക, എന്നിട്ട് നോക്കുക. കാരണം ഇത്രയും കാലം ഈ സ്വപ്നത്തിൻ്റെ പുറകെ ഓടിയിട്ട് ഈ ഓട്ടം മാത്രമാണ് ബാക്കിയായത് അല്ലേ. ഇപ്പം ഇരിക്കുന്നിടത്ത് സ്വസ്ഥമായിട്ടിരുന്നിട്ട് എന്നിട്ട് ഈ ഇരിക്കുന്ന അവസ്ഥക്ക് മോട്ടിവേഷന് വേണ്ടിയിട്ട് മോട്ടിവേഷൻ സ്പീക്കർമാർ, അല്ലെങ്കിൽ ഈ ബുക്സുകൾ, അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി, മെഡിറ്റേഷൻ, എന്തൊക്കെ സാധനങ്ങളാണ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. എന്നാൽ ഇതെല്ലാം വർക്ക് ചെയ്യാൻ പോകുന്നുണ്ടോ? ഇല്ല. കാരണം ഞാൻ എൻ്റെ കൂടെ ഇരിക്കുന്നതിന് എന്തെങ്കിലും ഇതിൻ്റെ ഇടയിൽ കയറ്റിക്കഴിഞ്ഞാൽ അവിടെ കൃത്രിമമായില്ലേ, അത് വർക്ക് ചെയ്യുമോ? ഇല്ല. ഞാൻ എൻ്റെ കൂടെ വെറുതെ ഇരുന്ന് കൊടുത്താൽ മതി. ഇരുന്ന് കൊടുത്ത് ആ അവസ്ഥയെ എനിക്ക് പരിചയമുള്ളതാക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്ത് എന്ത് നമ്മൾ ചെയ്താലും നമുക്ക് വേറെ വിഷയങ്ങളൊന്നും വരാനില്ല. ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ജീവിതമല്ലേ ഇതിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കല്ലേ. ഇതിങ്ങനെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങൾ നമ്മുടെ ഇഷ്ടങ്ങളാക്കി ആ ഇഷ്ടത്തിനനുസരിച്ച് ഇതിനെ കൊണ്ടുപോകുന്നത് കൊണ്ടല്ലേ പാടുപെടുന്നത്. ഇന്ന് നന്നായിട്ട് ഭക്ഷണം കഴിച്ചില്ലേ, ഇനി നാളെ ഭക്ഷണം കിട്ടുമോ എന്നുള്ള പേടിയിലാണ് ഇന്ന് ഭക്ഷണം കഴിച്ചത്. അതുകൊണ്ട് തന്നെ കഴിച്ചത് ആസ്വദിക്കാൻ പറ്റിയില്ല. അങ്ങനെ ചെയ്യുന്ന പണികൾ പതുക്കെ പതുക്കെ ആസ്വദിച്ച് കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞു തരാനുണ്ടോ? ഒരു കുന്തവുമില്ല. കാരണം അവിടെ വരുന്ന കാര്യങ്ങളെ ഡീല് ചെയ്യാനുള്ളൂ. മറ്റേത് നിങ്ങളെന്തോ അന്വേഷിച്ച് പോവല്ലേ, ഇതിന് എന്തെങ്കിലും മീനിങ് ഉണ്ടോ നോക്കിയിട്ട്. എന്നിട്ട് എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമോ? പറ്റൂല. കാരണം കണ്ടുപിടിക്കാനും അനുഭവിക്കാനും ഉള്ളതൊക്കെ എന്നെ തന്നെയാണ് അല്ലേ, അല്ലെങ്കിൽ ഞാൻ തന്നെയാണ്. അതിനെ പിന്നെ എവിടെ പോയിട്ട് തപ്പാനാ? അതെ, ആരെക്കൊണ്ടും ഒരു പ്രയോജനവും. സത്യത്തിൽ നിങ്ങളൊരു ഭയങ്കര പാവാണ്. പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ മുഴുവൻ ഭയങ്കര ക്രൂരതയാണ്. എന്താ കാരണം? കാരണം നിങ്ങൾ പുറമേ കാണിക്കുന്ന ഒരവസ്ഥയുണ്ട്. നിങ്ങൾ ചിലപ്പോൾ നല്ലൊരു അധ്യാപകനാവാം, ചിലപ്പോൾ നല്ലൊരു ഇൻസ്ട്രക്ടറാവാം, ചിലപ്പോൾ നല്ലൊരു പിന്നെന്താ പറയുക വീട്ടുകാരനാവാം, ഡോക്ടറാവാം. ഇങ്ങനെ ഏതെങ്കിലും സമൂഹം നിങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു പൊസിഷൻ നിങ്ങൾ അലങ്കരിക്കുന്നുണ്ടാവും. ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങളിൽ മനുഷ്യനെന്ന് പറയുന്ന ഒരവസ്ഥ കൂടിയുണ്ട്. അയാളെ നിങ്ങൾ തീരെ കെയർ ചെയ്യണില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ രണ്ടിൻ്റെ ഇടയിൽ നിങ്ങൾ എന്ന് പറയുന്ന പാവം കിടന്ന് ശ്വാസം മുട്ടുന്നുണ്ടാവും. കാരണം നിങ്ങൾ സമൂഹത്തിനെ കാണിക്കാൻ വേണ്ടി ഇത് നന്നായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ വേറെ കുറേ മെഡിറ്റേഷൻ, യോഗ, അല്ലെങ്കിൽ വിശ്വാസം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര KKV കൊടും വിശ്വാസിയായിട്ട് ജീവിക്കണ ഭാഗമുണ്ടാവും. അത്ര തന്നെ അതിലും എഫേർട്ടാണ്. പിന്നെ ഈ ജോലി, ജീവിതം, ഇത് വേറൊരു എഫേർട്ടും. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ കിടന്ന് വളരെ ശ്വാസം മുട്ടുന്ന ഒരു പാവം നിങ്ങൾ ഇതിൻ്റെ ഇടയിലുണ്ട്. ഓക്കെ, അപ്പോൾ അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഈ രണ്ടവസ്ഥയെ നിങ്ങൾ തൽക്കാലം തൊടണ്ട. കാരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾ ചെയ്യുന്ന കുറച്ച് പ്രവൃത്തികളുണ്ടാവും. സമൂഹത്തിന് മുമ്പിൽ ചിലപ്പോൾ അത് വൃത്തികേടാവും. അതുപോലെ സമൂഹത്തിനെ കാണിക്കാനും മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾ കിട്ടാനും വേണ്ടി നിങ്ങൾ ചെയ്യുന്ന ചില പ്രവൃത്തി ഉണ്ടാവും. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ കിടന്ന് ശ്വാസം മുട്ടുന്ന നിങ്ങളുള്ളത് കൊണ്ട് തന്നെ ഈ രണ്ട് പ്രവൃത്തിയും നിങ്ങൾക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റില്ല. പതുക്കെ പതുക്കെ നിങ്ങൾക്ക് എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളിങ്ങനെ കാണുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ തൽക്കാലം എന്ത് ചെയ്യും? ഈ രണ്ട് പ്രവൃത്തി നിങ്ങൾ ചെയ്യുന്നത് പോലെ ചെയ്ത് മുന്നോട്ട് പോവുക. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഈ ശ്വാസം മുട്ടണ ഭാഗമുണ്ടല്ലോ, അവിടെ നിങ്ങൾ ബോധപൂർവം കുറച്ച് ശ്വാസം നിങ്ങളുടെ ഉള്ളിലേക്ക് ഇങ്ങനെ എടുത്ത് നിങ്ങളിങ്ങനെ ഫീൽ ചെയ്ത് പോവുക. വളരെ കുറഞ്ഞ സമയം മതി. നിങ്ങളെക്കൊണ്ട് എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ കുറച്ച് സമയം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്യുക. വെറുതെ ഇരിക്കുക. അവിടെ ഒന്നും എഫേർട്ട് എടുത്ത് ചെയ്യരുത്. കാരണം ഇപ്പുറത്തും എഫേർട്ട് എടുത്താൽ ചെയ്യണം, ഇപ്പുറത്തും എഫേർട്ട് എടുത്താൽ ചെയ്യണം. സുഖിക്കുന്നതും എഫേർട്ട് എടുത്തിട്ടാണ്, കഷ്ടപ്പെടുന്നതും എഫേർട്ട് എടുത്തില്ല. അപ്പോൾ എഫേർട്ട് എടുക്കാതെ നിങ്ങൾ റിലാക്സ് ചെയ്ത് വെറുതെ നിങ്ങളെ ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്ത് ഫീൽ ചെയ്ത് നിങ്ങളെ കണ്ണും മൂക്കും വായയും ഇതൊക്കെ എങ്ങനെയാണ്, ഓക്കെ, നിങ്ങളെ ഉള്ളിലൂടെ ഇതിനൊക്കെ ഒന്ന് അനുഭവിക്കുക. പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ കുറച്ച് സമയം, മനസ്സിലായോ? ഒന്നും ചൊല്ലി പറയണ്ട, ഒരു ദൈവത്തിൻ്റെ പുറകെയും പോകണ്ട, ആരുടെ പുറകെയും പോവാതെ പക്ഷെ നിങ്ങളെ തന്നെ ഒന്ന് റിലാക്സ് ചെയ്ത് ഫീൽ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ നോക്കുക, ഈ ശ്വാസം മുട്ടൽ പതുക്കെ പതുക്കെ ശ്വാസം എടുത്ത് തീർക്കുക.
ഭയങ്കര രസമാണ്. കാരണം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളല്ലാത്ത എന്തിനെങ്കിലും ആശ്രയിച്ച് കഴിഞ്ഞാൽ, ഈവൻ അതൊരു പ്രാക്ടീസ് ആണെങ്കിൽ പോലും അത് നിങ്ങളെ കല്ലുപോലെയാക്കും. അതൊരു വിശ്വാസമാണെങ്കിലും അത് നിങ്ങളെ കല്ലുപോലെയാക്കും. ഒരു ഗുരുവാണെങ്കിലും നിങ്ങളെ കല്ലുപോലെയാക്കും. മറിച്ച് നിങ്ങളെടുക്കുന്ന ശ്വാസവും നിങ്ങൾ കുടിക്കുന്ന വെള്ളവും നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണവും നിങ്ങളുടെ ഓരോ ചലനങ്ങളും അതാണ് നിങ്ങൾ ആശ്രയിക്കുന്നതെങ്കിൽ അതെങ്ങനെയാണ്, എത്ര സമാധാനത്തിലാണ് ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളെ ഫ്ലെക്സിബിളും ആക്കും. രണ്ടും തമ്മിലുള്ള വ്യത്യാസം, ഒന്ന് നിങ്ങളെ ഹാർഡാക്കും, ഒന്ന് നിങ്ങളെ സോഫ്റ്റ് ആക്കും. വേറെ കാര്യങ്ങളൊന്നുമില്ല. കാരണം നിങ്ങളാവാൻ വേണ്ടിയിട്ടുള്ളത് ഈ പറഞ്ഞ ഭക്ഷണവും വെള്ളവും ശ്വാസവും കാര്യങ്ങളൊക്കെയാണ്. ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ വിചാരിച്ച നിങ്ങളെ ആക്കാൻ വേണ്ടിയിട്ട് എന്തിൻ്റെ പുറകെ നിങ്ങൾ പോയാലും അതാവാൻ പോണില്ല. പിന്നെ അതിനനുസരിച്ചുള്ള ഒരു നിങ്ങളെന്ന് പറയുന്നത് ആരോടും മിണ്ടാനും പറയാനും ഒന്നും പറ്റാത്ത ഒരു കരിങ്കല്ല് പോലെയാവും. ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം. ലൈഫ് ഈസ് മീനിങ്ലെസ് when you search for it, and life is meaningful when you feel it. So stop running behind the definition created by the stupid world and the society. Okay, just drop all the labels and take a deep breath and feel the presence. വേറെ ഒന്നും ചെയ്യാനില്ല. The moment you stop, seek a reason to live your life, that moment actually you start living. Life is as simple as that. അതായത് ജീവിതത്തിൻ്റെ അർത്ഥം തേടി നടക്കുമ്പോൾ ഏറ്റവും വൃത്തികെട്ടതായിട്ട് മാറുന്നത് നമ്മുടെ ജീവിതം, അല്ലെങ്കിൽ അർത്ഥശൂന്യമായിട്ട് മാറുന്നത്. എന്നാൽ നമ്മളെ തന്നെ ഫീൽ ചെയ്തിട്ട് നമ്മളെ തന്നെ അനുഭവിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതം എങ്ങനെയാണോ അതുപോലെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുമ്പം ഏറ്റവും അർത്ഥവത്തായി മാറുന്നതും നമ്മുടെ ജീവിതം തന്നെ. അപ്പോൾ ഈ ലോകമുണ്ടാക്കി വെച്ച ഈ ലേബലുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം. നിങ്ങൾ എന്തെങ്കിലും ആയിരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് ഈ ലോകം നിങ്ങളിൽ അടിച്ചേൽപ്പിക്കപ്പെട്ട ചില നിർവചനങ്ങൾ മാത്രമാണ്. അപ്പോൾ അതിൻ്റെ പുറകെ ഓടുന്നത് എപ്പോഴാണോ നിർത്തുന്നത്, അതങ്ങോട്ട് അഴിച്ചു വെച്ച് ശാന്തമായിട്ടിരിക്കുന്ന അവസ്ഥയെ കുറച്ച് നേരം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ പ്രസൻസ് നിങ്ങളുടെ തന്നെ ആ പ്രസൻസ് ഫീൽ ചെയ്യാൻ തുടങ്ങുമ്പം നിങ്ങൾ ഫ്രീ ആയി. കാരണം ജീവിക്കാനൊരു കാരണം, അല്ലെങ്കിൽ ജീവിതത്തിനൊരു കാരണം തേടുന്നത് നിർത്തുന്ന സമയം തൊട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് എന്തിനാണ് ഞാൻ ജീവിക്കുന്നത് എന്നുള്ളതൊക്കെ അന്വേഷണം. ആ അന്വേഷണം എവിടെയാണോ സ്റ്റോപ്പ് ചെയ്യുന്നത് അവിടെ തൊട്ടിട്ട് നമ്മൾ ശരിക്കും ജീവിച്ചു തുടങ്ങും. അതാണ് ഈ ജീവിതത്തിൻ്റെ പ്രത്യേകത. അത്